കാഴ്ചയില്ലാത്ത നായകൻ ജീവിതത്തിൽ നേടിയെടുക്കുന്ന കുറേയധികം നേട്ടങ്ങളെപ്പറ്റി പറയുന്ന ഒരു റിയൽ സ്റ്റോറി ബേസ് ചെയ്തെടുത്ത മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മച്ചന്മാരെ, എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ശ്രീകാന്ത് എന്ന മൂവിയാണ്. അപ്പൊ ഈ മോട്ടിവേഷൻ സ്റ്റോറി കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ? അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല, ദെൻ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒരു കൃഷിക്കാരന്റെ ഫാമിലിയെ കാണിക്കുവാണ്. ഈ കൃഷിക്കാരന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ ഒരു കുഞ്ഞു പിറക്കുന്നു. ഈ കാര്യം അറിഞ്ഞ ആ കൃഷിക്കാരൻ ഒരുപാട് സന്തോഷിക്കുവാണ്. പിറന്നൊരു ആൺകുഞ്ഞാണെന്ന് കൂടെ അറിയുന്ന സമയത്ത് അയാൾ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തി ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് പിടിച്ച് ഒരുപാട് സന്തോഷിച്ചിരിക്കുവാണ് അയാൾ. എന്നാൽ വീട്ടുകാരുടെ ആരുടെയും മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ല. അതിന് കാരണം എന്താണെന്ന് അയാൾ ആലോചിക്കുന്ന സമയമാണ് അയാൾ ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുന്നത്. അത് ഇപ്പൊ പിറന്ന അവരുടെ ആ കുഞ്ഞിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു. കുഞ്ഞു പിറക്കുമ്പോ അതിന് ശ്രീകാന്ത് എന്ന് പേരിടും. അവനെ നന്നായിട്ട് പഠിപ്പിച്ച് വലിയൊരാളാക്കും. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അയാൾ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ കുഞ്ഞിന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാന്ന് അറിഞ്ഞ സമയം അയാൾ അകത്തകർന്നു പോയി. ഈ സമയം കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവരുടെ വീട്ടുകാരും നാട്ടുകാരെല്ലാം പറയുവാണ്, ഈ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഈ കുട്ടിനെ നിങ്ങൾ വളർത്താൻ തുടങ്ങിയ അത് നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി മാറും. നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് വളർന്നു വരുന്ന ഇവൻ നിങ്ങളുടെ കാലശേഷം ആകെ ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് അധികം ചിന്തിക്കാതെ ഇപ്പൊ തന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കാൻ, അതാണ് ആ കുഞ്ഞിന് നിങ്ങൾക്ക് നല്ലതെന്ന്. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ആ കൃഷിക്കാരൻ അതിനെപ്പറ്റി ആലോചിക്കുന്നു. അവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് തോന്നി അയാൾ ആ കുഞ്ഞിനെ അയാളുടെ കൃഷിസ്ഥലത്ത് ഒരു കുഴിയെടുത്ത് അതിൽ മൂടാൻ തുടങ്ങുന്നു. ഈ സമയം കരഞ്ഞോണ്ട് അവിടേക്ക് അയാളുടെ ഭാര്യ വരുവാണ്. എന്നിട്ട് ഭാര്യ പറയാണ്, ഈ കുഞ്ഞിനെ കൊല്ലണ്ട, നമുക്ക് ഇവനെ വളർത്താം, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അവനെ നോക്കാം. എനിക്ക് ഉറപ്പാ നമ്മൾ സ്വപ്നം കണ്ടവരെ അവൻ വലിയൊരാളാവും. അങ്ങനെ ഭാര്യ ഈ കാര്യങ്ങളെല്ലാം കരഞ്ഞോണ്ട് പറയുന്ന സമയം ആ കൃഷിക്കാരന്റെ മനസ്സ് മാറുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ കൊല്ലാതെ അവരെ വളർത്താൻ തുടങ്ങുവാണ്. അങ്ങനെ ശ്രീകാന്ത് എന്ന പേരില് അവൻ അങ്ങനെ വളർന്നു വരുന്നു. അവന്റെ പാരന്റ്സ് ആഗ്രഹിച്ച രീതിയിൽ അവന് നല്ല വിദ്യാഭ്യാസമൊക്കെ കൊടുത്താണ് അവനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ശ്രീകാന്തിന്റെ ക്ലാസ്സിൽ മുകേഷ് എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. മുകേഷ് അത്ര നന്നായിട്ട് പഠിക്കുകയൊന്നുമില്ലായിരുന്നു. ശ്രീകാന്ത് നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിനെ കളിയാക്കുന്ന രീതിയിൽ അവന്റെ ക്ലാസ് ടീച്ചർ എപ്പോഴും ശ്രീകാന്തിനെ കമ്പയർ ചെയ്ത് അങ്ങനെ സംസാരിക്കുമായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് മുകേഷിനാണെങ്കിൽ ശ്രീകാന്തിനോട് ഒരുപാട് ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങേക്കുന്ന ഒരു സമയത്ത് അതിന്റെ പേരിൽ മുകേഷ് നമ്മുടെ ശ്രീകാന്തിനെ തല്ലുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്ത ശ്രീകാന്ത് പറ്റുന്ന രീതിയിൽ അവനെ ആ സമയം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് മുകേഷ് ഒരു കാര്യം പറയുന്നു, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നിനക്ക് പറ്റിയ പണിയല്ല, നിനക്ക് പറ്റിയത് ദാ റോട്ടിൽ പോയിരുന്ന് പിച്ച തണ്ടലാണ്. ഇങ്ങനെയും പറഞ്ഞ അവന്റെ കയ്യില് മുകേഷ് ഒരു 1 രൂപ കോയിനും വെച്ചു കൊടുക്കുവാണ്. അങ്ങനെ മുകേഷിന്റെ ആ വാക്കുകൾ ശ്രീകാന്തിന് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നു. അങ്ങനെ സ്കൂളിൽ വെച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് നായകന്റെ പേരന്റ്സ് ഇനി നായകനെ ആ സ്കൂളിൽ വിടണ്ടാന്ന് വിചാരിക്കുവാണ്. അങ്ങനെ സിറ്റിയില് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ അവനെ അവർ ചേർക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവന്റെ കാറ്റഗറിയിലുള്ള പിള്ളേരുടെ കൂടെ കൂടി ആ ഒരു രീതിക്ക് അവിടെ നിന്ന് അവൻ പഠിച്ചു വരുവാണ്. അത് ഡൊണേഷൻ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളായിരുന്നു. സോ അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് ഭക്ഷണമോ താമസത്തിനോ ഒന്നും ഒരു ചെലവും ഇല്ല, എല്ലാവരും തന്നെ നോക്കിക്കോളും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ശ്രീകാന്ത് അവിടെ പഠിച്ചു വളർന്നു വരുന്നു. ആ സ്കൂളിൽ വെച്ചാണ് ശ്രീകാന്ത് ദേവിക എന്ന് പറയുന്ന ഒരു ടീച്ചറെ പരിചയപ്പെടുന്നത്. ദേവിക എന്ന് പറയുന്ന ടീച്ചർ നമ്മുടെ നായകനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവരാവുന്നു നമ്മുടെ നായകന്റെ വഴികാട്ടിയും സുഹൃത്തും. അങ്ങനെ നായകൻ വളർന്നു വലുതാവുകയാണ്. ഇവിടെ വന്നത് മുതലുള്ള നായകന്റെ പ്രോഗ്രസിലല്ല ഒരുപാട് പങ്കുവഹിച്ചത് ഈ ദേവിക ടീച്ചറായിരുന്നു. അതുകൊണ്ട് തന്നെ നായകൻ അവരെ ഒരു ഗുരുവിന്റെ സ്ഥാനത്തും അതേപോലെ ഒരു അമ്മേന്റെ സ്ഥാനത്തുമായിരുന്നു കണ്ടിരുന്നത്. ശ്രീകാന്ത് നന്നായി പഠിച്ച് വലിയൊരാളാവണമെന്നായിരുന്നല്ലോ അവന്റെ പാരന്റ്സിന്റെ ആഗ്രഹം. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ നന്നായിട്ട് പഠിക്കുന്നൊക്കെയുണ്ട്. പരീക്ഷകളിലൊക്കെ ആ സ്കൂളിലെ തന്നെ ടോപ്പറായിരുന്നു അവൻ. ഈ കാര്യങ്ങളെല്ലാം അവനവന്റെ വീട്ടുകാരെ അറിയിക്കുന്ന സമയത്ത് വീട്ടുകാർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് മറ്റൊരു കാര്യം കണ്ടുപിടിക്കുന്നു. അവനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്കൂള് ഡൊണേഷൻ എല്ലാം ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ കിട്ടുന്ന ഡൊണേഷനിലെ പാതി മുക്കാലും അവിടുത്തെ മാനേജ്മെന്റ് മുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശ്രീകാന്ത് അതിനെപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ ഇതവൻ വലിയ സീനാക്കിയല്ലോ എന്ന് വിചാരിച്ച് അവരെന്തോ ഒരു കാരണം ഉണ്ടാക്കി നായകനെ അവിടുന്ന് പുറത്താക്കുന്നു. അങ്ങനെ ഒരു തുണയില്ലാതെ നായകൻ തെരുവിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്തും അവിടേക്ക് എത്തി നായകനെ ഹെൽപ്പ് ചെയ്യുന്നത് അവന്റെ ദേവിക ടീച്ചറാണ്. അവര് നേരെ അവരുടെ വീട്ടിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതിനുശേഷം ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ദേവിക ടീച്ചറെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് ഷെയർ ചെയ്യുന്നു. ഈ കാര്യങ്ങളിൽ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇനി മുതൽ അവനെ ഞാൻ നോക്കിക്കോളാം, എന്റെ കൂടെ നിർത്തി ഞാൻ പഠിപ്പിച്ചോളാം അവനെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അവനെ വലിയൊരാളാക്കി മാറ്റും. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ദേവിക ടീച്ചർ അവർക്കൊരു ഉറപ്പ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് സമാധാനമാവുന്നു. അങ്ങനെ പിന്നീട് ദേവിക ടീച്ചർ അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാണ്. അങ്ങനെ ഹയർ സെക്കൻഡറി എല്ലാം കഴിഞ്ഞ് അവൻ ഗ്രാജുവേഷനിലേക്ക് എത്തുന്നു. ഗ്രാജുവേഷൻ സയൻസ് തന്നെ ആയിരിക്കണമെന്ന് അവൻ ഒരുപാട് നിർബന്ധം ഉണ്ടായിരുന്നു. 90% മുകളിൽ അവന് മാർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കാഴ്ചയില്ല എന്നുള്ള ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അവൻ അവിടുത്തെ കോളേജ് മാനേജ്മെന്റ് അഡ്മിഷൻ കൊടുക്കുന്നില്ല. എന്നാൽ നായകനൊരു നിർബന്ധമായിരുന്നു, പഠിക്കുന്നെങ്കിൽ അത് സയൻസ് ഗ്രൂപ്പ് മാത്രമായിരിക്കും എന്ന്. അങ്ങനെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി കോടതി വരെ അവർ കയറുന്നുണ്ട്. എന്നാൽ എത്രയൊക്കെ പോരാടിയിട്ടും അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. സയൻസ് സെക്ഷനിലെ ഓൾമോസ്റ്റും പ്രാക്ടിക്കൽ എക്സാംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്റ്റുഡന്റിന് ഒരിക്കലും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞാണ് അവന്റെ ഈ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നത്. എന്നാൽ സയൻസ് എടുത്ത് പഠിച്ച് അതിൽ നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നായകന് ഉറപ്പുണ്ടായിരുന്നു. ഒരിക്കലും കോളേജ് മാനേജ്മെന്റ് നായകനെ ഒരു ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ കാണുന്നോ അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് കൊടുക്കുന്ന ആ പരിഗണന മാത്രം നായകനും കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തിന് വേണ്ടി നായകൻ ദേവിക ടീച്ചറും വീണ്ടും പോരാടുവാണ്. അങ്ങനെ നീണ്ട നാളത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നു. അതെ, നായകൻ ആഗ്രഹിച്ച പോലെ നായകൻ അവന്റെ UG പഠനം സയൻസ് ബ്രാഞ്ചിൽ തന്നെ തീർക്കുവാണ്.
എന്നാണ് അവൻ ഉറപ്പ് കൊടുത്തോലെ. യുജിയിൽ അവന് 90% മുകളിൽ മാർക്കുണ്ടായിരുന്നു. അങ്ങനെയിരിക്കുന്ന ആ സമയം തന്നെ അവൻ ക്രിക്കറ്റ് കളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു ദിവസം അവരുടെ കോളേജിലേക്ക് എന്തോ ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് APJ അബ്ദുൽ കലാം സർ വരുവാണ്. അങ്ങനെ കോളേജിലെ മികച്ച സ്റ്റുഡൻസുമായിട്ട് അദ്ദേഹം ഒരു ടോക്കിംഗ് പ്രോഗ്രാം എല്ലാം വെക്കുന്നുണ്ട്. ആ സമയം അദ്ദേഹം അവിടെയുള്ള സ്റ്റുഡൻസിനോട് എല്ലാവരോടും അവരുടെ അംബീഷനെ പറ്റി എല്ലാം ചോദിക്കുന്നുണ്ട്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, സയന്റിസ്റ്റ് ആവണം, ഇങ്ങനെയൊക്കെ പലരും പറയുമ്പോഴും നായകൻ അവസരം കിട്ടുമ്പോൾ നായകൻ പറയുന്നത് എനിക്ക് ഇന്ത്യയുടെ ആദ്യത്തെ വിഷ്വലി ചലഞ്ചിട്ട് പ്രസിഡന്റ് ആവണമെന്നാണ്. ഇത് കേട്ട് അവന്റെ വാക്കുകളിൽ അദ്ദേഹം ഒരുപാട് ഇംപ്രസ്ഡ് ആവുന്നു. അങ്ങനെ അദ്ദേഹം അവനെ അവിടെ വെച്ച് ഒരുപാട് അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുവാണ്. അങ്ങനെ നായകൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് ഭാഷയോടുകൂടി അങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് ടീം ഫോം ചെയ്യുന്നത്. അങ്ങനെ ക്രിക്കറ്റൊക്കെ നന്നായിട്ട് കളിക്കാൻ പഠിച്ച നമ്മുടെ നായകൻ ആ ടീമിലെ ഒരു മെമ്പറായി മാറുന്നു. അങ്ങനെ അവരുടെ മികച്ച പ്രകടനം കണ്ട് ആ ടീമിനെ നാഷണൽ ലെവലിലേക്കും അവർ കടത്തിവിടുന്നു. അങ്ങനെ നമ്മുടെ നായകന് ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ഒരവസരം വരുവാണ്. അങ്ങനെ ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി കുറച്ചു ദിവസം ലീവ് എടുത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ നാട്ടിലേക്ക് വണ്ടി കയറുന്നു. അങ്ങനെ വരുന്ന സമയം ബസ്സിൽ വെച്ച് നമ്മുടെ നായകൻ അവന്റെ പഴയ ക്ലാസ്മേറ്റ് ആയ മുകേഷിനെ മീറ്റ് ചെയ്യുന്നു. ആ സമയം മുകേഷ് ആണെങ്കിൽ നോർമലായിട്ട് അവനോട് സംസാരിക്കുവാണ്. എടാ നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാനെടാ മുകേഷ്, നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ അവൻ പറയുന്നു. അറിയാം, നിന്നെ എനിക്ക് മറക്കാൻ കഴിയില്ലല്ലോ എന്ന് ഈ സമയം നായകൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ മുകേഷിന്റെ അടുത്ത് കണ്ടക്ടറെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വരുന്ന സമയം അവൻ കയ്യിലുള്ള പൈസ കൊടുക്കുന്നു. എന്നാൽ 1 രൂപയും കൂടി അവൻ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. അത് അവന്റെ കയ്യിലില്ലാത്തതുകൊണ്ട് കണ്ടക്ടർ 1 രൂപയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ നായകന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നു. അങ്ങനെ നായകൻ അവന്റെ കീശയിൽ നിന്ന് ഒരു 1 രൂപ എടുത്ത് മുകേഷിന്റെ കൈ വെച്ച് കൊടുത്ത് ഇതന്ന് നീ എനിക്ക് പിച്ചായിട്ട് തന്ന പണമാണ്, ഇപ്പൊ ഇത് നിനക്കാണ് ആവശ്യം പറഞ്ഞ് ഈ മാസ് ഡയലോഗോടെ അവന് കൊടുക്കുവാണ്. ഈ സമയം ഇത് കേട്ട് മുകേഷ് അകവല്ലാതാവുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ വീട്ടിലേക്ക് റീച്ച് ആയതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ വീട്ടിലെത്തി നമ്മുടെ നായകൻ ആ സന്തോഷ വാർത്തയല്ല, അതായത് ഇന്ത്യക്ക് വേണ്ടി നായകൻ കളിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വീട്ടുകാരെ അറിയിക്കുന്നു. അങ്ങനെ ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത കേൾക്കുന്ന സമയത്ത് അവന്റെ പാരന്റ്സ് അടക്കം എല്ലാവരും ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെയിരിക്കുന്ന ആ സമയം തന്നെ നായകനെ ദേവിക ടീച്ചർ വിളിക്കുവാണ്. ടീച്ചർ വിളിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. UG കഴിഞ്ഞ നായകന് PG എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. UG നായകൻ സയൻസിലാണല്ലോ പഠിച്ചത്, അപ്പൊ PG സയൻസ് തന്നെ വേണം. എന്നാൽ ഇനി PGക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളായോണ്ട് UG അഡ്മിഷന് വേണ്ടി എത്രയൊക്കെ പോരാടിയോ അത്രയൊക്കെ തന്നെ വീണ്ടും പോരാടേണ്ടി വരും. അങ്ങനെ ഇത് കേട്ട ശ്രീകാന്ത് ശരി അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ടീച്ചർ എന്ന് ചോദിക്കുവാണ്. നിന്റെ PG പഠനം നമുക്ക് അബ്രോഡ് നോക്കാം, എല്ലാ അമേരിക്കയിലെങ്ങാനും. അവിടെ ഇന്ത്യയിലെ സിസ്റ്റം ഒന്നുമല്ല, എല്ലാവരും ഒരേപോലെ അവരെ ട്രീറ്റ് ചെയ്യുള്ളൂ. സോ കോളേജ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു ഇന്റർവ്യൂവിന് നീ നന്നായി പെർഫോം ചെയ്ത് അതിന് നിനക്ക് പാസ്സാവാൻ കഴിഞ്ഞാൽ അവർ നിനക്ക് അഡ്മിഷൻ തരും. ദേവി ടീച്ചർ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്നാൽ ശരി ടീച്ചറെ നമുക്ക് അങ്ങനെ നോക്കാമെന്ന് നായകൻ പറയുകയാണ്. എന്നാൽ ഈ സമയം ദേവി ടീച്ചർ മറ്റൊരു കാര്യം പറയുന്നു. പക്ഷെ നീ അങ്ങനെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അവിടേക്ക് പോയാൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് നിനക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ കഴിയില്ല. ഇത് കേട്ട് നായകൻ ഒന്നും സങ്കടപ്പെടുന്നുണ്ടെങ്കിലും മറ്റൊന്നും ആലോചിക്കാതെ നായകൻ പെട്ടെന്ന് തന്നെ പറയുകയാണ്. ടീച്ചർ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡറി. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള ചാൻസ് എല്ലാം ഒഴിവാക്കി നായകൻ പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിനും പ്രാധാന്യം കൊടുത്ത് ടീച്ചർ പറഞ്ഞ പോലെ അവന്റെ PG പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ കോളേജ് മാനേജ്മെന്റ് കണ്ടക്ട് ചെയ്യുന്ന അവരുടെ ഇന്റർവ്യൂ പ്രോഗ്രാമിനെല്ലാം നായകൻ നന്നായിട്ട് പങ്കെടുക്കുകയാണ്. അങ്ങനെ നായകന്റെ നല്ല പെർഫോമൻസ് കൊണ്ട് അവന് സ്കോളർഷിപ്പ് കിട്ടുന്നു. അവൻ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നു. അങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ദേവിക ടീച്ചറാണ് അവനെ എയർപോർട്ടിൽ കൊണ്ടേ ആക്കുന്നത്. കാഴ്ചയില്ലെങ്കിലും താൻ പോകുന്നതിൽ ടീച്ചർ ഒരുപാട് സങ്കടപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് നായകൻ ഈ സമയം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ടീച്ചറോട് യാത്രയെല്ലാം പറഞ്ഞ് നായകൻ അങ്ങനെ അമേരിക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പൊ അവിടെ എത്തി നായകൻ അഡ്മിഷൻ ഒക്കെ എടുക്കുന്നു. ഇന്ത്യയിലെ പോലെ ഒന്നുമല്ല, അവിടെ എല്ലാവരും ഈക്വലാണ്. കാഴ്ചയുള്ളവൻ കാഴ്ചയില്ലാത്തവൻ അങ്ങനെ ഒരു വേർതിരിവൊന്നും അവരുടെ ഇടയിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി എല്ലാവരുടെയും കൂടെ നായകൻ നന്നായിട്ട് പഠിച്ചു വരുന്നു. നായകൻ അവിടുന്ന് കുറെ ഫ്രണ്ട്സിനെയും കിട്ടുവാണ്. ഇന്ത്യയിലെ നായകൻ ക്രിക്കറ്റ് ആയിരുന്നില്ല കളിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയിലെ അവരുടെ നാഷണൽ ഗെയിം എന്ന് പറഞ്ഞാൽ ബേസ്ബോൾ ആണല്ലോ. ഇപ്പൊ അമേരിക്കയിലുള്ള നായകൻ അവിടെ എത്തിയിട്ട് ബേസ്ബോൾ ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന സമയം തന്നെ സ്വാതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് നായകൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. അങ്ങനെ അവർ നല്ല ഫ്രണ്ട്സ് ആവുകയാണ്. അങ്ങനെ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നീട് അങ്ങോട്ട് പ്രണയമായിട്ട് മാറുന്നു. അങ്ങനെ നല്ല രീതിയിൽ അവരുടെ ലൈഫ് എല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകൻ അവന്റെ അവിടുത്തെ കോളേജ് പഠനം എല്ലാം പൂർത്തിയാക്കുന്നു. അതായത് PG പഠനം എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് നായകന്റെ ദേവിക ടീച്ചർ നായകനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് നീ എന്നത്തേക്ക് അവിടേക്ക് തിരിച്ചെത്തുകയെന്നൊക്കെ അവർ ചോദിക്കുവാണ്. ഈ സമയം നായകൻ പറയാണ് എന്നെ ആവശ്യമില്ലാത്ത ഇന്ത്യയിലേക്ക് ഇനി ഞാൻ എന്തിനാ തിരിച്ചു വരുന്നത്? പഠനം എല്ലാം പൂർത്തിയാക്കി ഞാൻ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി കണ്ടെത്തി ഇവിടെ സെറ്റിൽ ആയല്ലോ എന്ന് വിചാരിക്കുവാണ്. അവൻ നന്നായിട്ട് ജീവിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ദേവിക ടീച്ചർ അവന്റെ സന്തോഷം നടന്നോട്ടെ എന്ന് വിചാരിച്ച് മറ്റൊന്നും പറയാതെ കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ടീച്ചറോട് നമ്മുടെ നായകൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് അവന്റെ കൂടെ സ്വാതി എന്ന് പറയുന്ന അവന്റെ കാമുകിയുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട അവനോട് ചോദിക്കുവാണ് ഒരു നോർമൽ ലൈഫ് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണോ നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്? നിന്റെ ദേവിക ടീച്ചർ നിന്നെ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്തത്? ഒരിക്കലും ഇവിടെ ഒരു ജോലിയും കണ്ടെത്തി നീ ഇവിടെ ഒതുങ്ങാൻ പാടില്ല. നീ ഇന്ത്യയിലേക്ക് തിരിച്ചു ചെല്ലണം. നിനക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെയാണ്. നിന്റെ പാരന്റ്സ് ആഗ്രഹിച്ച രീതിയിൽ നീ അവിടെ നിന്ന് ഡെവലപ്പ് ആവണം. നിന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, നീ തോറ്റു പോകുന്നൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ നിനക്ക് സാധിക്കുമെന്നും നിനക്ക് വിജയിക്കാൻ പറ്റുമെന്നും നീ കാട്ടിക്കൊടുക്കണം. എല്ലാവർക്കും നീ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ആയിട്ട് മാറണം. അങ്ങനെ അവൾ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന സമയത്ത് അതെല്ലാം ശരിയാണെന്ന് നായകന് മനസ്സിലാവുന്നു. അങ്ങനെ നായകൻ ഇന്ത്യയിലേക്ക് തിരിച്ചു ചെല്ലുന്നു. നായകൻ തിരിച്ചെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നായകന്റെ ദേവിക ടീച്ചറാണ്. നാട്ടിലേക്ക് എത്തിയ നായകൻ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത് നായകനെ പോലെ തന്നെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരെ പഠനത്തിലും ബാക്കി കാര്യങ്ങളെല്ലാം സഹായിച്ച് അവരെ ഡെവലപ്പ് ചെയ്യാന്നാണ്. അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ദേവിക ടീച്ചറും നായകനും കൂടി ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ APJ അബ്ദുൽ കലാം സാറിനെ കാണാനുള്ള ഒരു അവസരം നായകന് വീണ്ടും കിട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പോയി നായകൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് നായകൻ എന്ന് പറഞ്ഞ വാക്കുകളെല്ലാം അദ്ദേഹം
അദ്ദേഹത്തിന് ഓർമ്മ വരുവാണ്. അങ്ങനെ അദ്ദേഹത്തിന് നായകനെ മനസ്സിലാവുന്നു. അങ്ങനെ അദ്ദേഹം നായകനെ ചോദിക്കുവാണ് തന്റെ ഡ്രീമിലേക്കുള്ള തന്റെ നീക്കങ്ങളൊക്കെ എന്തായെന്ന്. അപ്പൊ നായകൻ അവന്റെ ഹയർ സ്റ്റഡീസിനെ പറ്റിയും അതിനുശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ കാര്യങ്ങളെ പറ്റിയെല്ലാം ഷെയർ ചെയ്യുന്നു. ഇവിടേക്ക് എത്തിയതിനു ശേഷം ഒരു വലിയ തുടക്കം തന്നെ കുറിക്കാമെന്നായിരുന്നു നായകൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അത്രയ്ക്ക് ബൂമിംഗ് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിനോട് നായകൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നായകനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്തായാലും തന്നെ കൊണ്ട് സാധിക്കും, താനൊരു കാര്യം ചെയ്യ്, ഒരു ബിസിനസ് ഐഡിയ ഉണ്ടാക്കി നല്ലൊരു ബിസിനസ് തുടങ്ങും, അതിലൂടെ ഡെവലപ്പായി കയറി വാ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട നായകൻ ശരി ഇന്ന് ആ ഒരു രീതിക്ക് ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നല്ലൊരു ബിസിനസ് ഐഡിയ എല്ലാം ഉണ്ടാക്കി നായകൻ രവി എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്മാനെ പോയി കാണുവാണ്. അങ്ങനെ അയാളുടെ ഈ ബിസിനസ് ഐഡിയനെ പറ്റി എല്ലാം സംസാരിച്ച് അയാളോട് ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. നായകന്റെ കോൺഫിഡൻസോട് കൂടിയുള്ള സംസാരവും ഈ ബിസിനസ് ഐഡിയ എല്ലാം കേൾക്കുന്ന സമയത്ത് അയാൾക്ക് നായകന്റെ പ്രതീക്ഷ തോന്നുവാണ്. അങ്ങനെ അയാൾ നായകന്റെ കൂടെ നിൽക്കുന്നു. അങ്ങനെ ആ ബിസിനസിന് വേണ്ടി അവരൊരു വലിയ ഫാക്ടറി എല്ലാം സ്വന്തമായിട്ട് വാങ്ങുന്നുണ്ട്. അങ്ങനെ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് തിരിച്ചടികളെല്ലാം വരുന്നു, അതായത് ഒരുപാട് പ്രതിസന്ധികൾ. എന്നാൽ അതിലൊന്നും തളർന്നു പോവാതെ അവരതിനെല്ലാം തരണം ചെയ്ത് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. അങ്ങനെ അവർ പതിയെ ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ അവരുടെ ഈ വളർച്ചയെല്ലാം അറിഞ്ഞ് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കുറെ മീഡിയസ് എല്ലാം അവരുടെ അടുത്തേക്ക് എത്തുവാണ്. ബ്ലൈൻഡായ നായകന്റെ വിശ്വാസം അർപ്പിച്ച് രവി എന്ന് പറയുന്ന ബിസിനസ്മാൻ ഇതിന് മുന്നിട്ടിറങ്ങിയോണ്ടാണ് ഇവർക്ക് ഈ വിജയമെല്ലാം ഉണ്ടായെന്നുള്ള രീതിയിലാണ് മീഡിയാസ് ഒക്കെ സംസാരിക്കുന്നത്, റിപ്പോർട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇതെല്ലാം അറിയുന്ന സമയത്ത് നമ്മുടെ നായകൻ ആകെ അടിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും പുറകിലുള്ള ബ്രെയിൻ നായകന്റേതല്ലേ, അപ്പൊ എന്തുകൊണ്ട് അവർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല? പണം രവിന്റെ ആണെങ്കിലും നോളജ് നായകന്റേതല്ലേ. അങ്ങനെ ആ ഒരു രീതിക്കൊക്കെയാണ് നായകൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നായകൻ ആകെ ഫ്രസ്ട്രേഷന്റെ പുറത്ത് നിൽക്കുന്ന സമയം അവിടേക്ക് നായകന്റെ ആ പഴയ ക്ലാസ്മേറ്റ് ആയ മുകേഷ് എത്തുവാണ്. എടാ ഞാനെടാ മുകേഷ്, നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാവും അറിയാം, എന്നാൽ ഇപ്പൊ എന്റെ അവസ്ഥ വല്ലാതെ മോശമാണ്, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കിവിടെ നിന്റെ ഫാക്ടറിയിൽ നല്ലൊരു ജോലി തരണം. ഇങ്ങനെയും പറഞ്ഞ് നായകനോട് മുകേഷ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയം എടാ ഞാനിന്ന് ഇവിടെ എത്താൻ കാരണം തന്നെ നിന്റെ അന്നത്തെ ആ വാക്കുകളാണ്, എന്നാൽ ആ വാക്കുകൾ അന്ന് എന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തായിരുന്നു, അതുകൊണ്ട് നിനക്കിവിടെ ജോലിയില്ല, ഒരു കോപ്പും ഇല്ല എന്നും പറഞ്ഞ് മുകേഷിനെ നായകൻ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അവനിങ്ങനെ കാലു പിടിക്കുന്നതിൽ വന്ന് ചോദിക്കുമ്പോ മനസ്സരിഞ്ഞ് നായകൻ അവനൊരു ജോലി കൊടുക്കുന്നായിരുന്നു ഈ സമയം നായകന്റെ കൂടെയുള്ള ദേവിക ടീച്ചറും ദേവിയും വിചാരിച്ചത്. എന്നാൽ നായകൻ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ അവർക്കാകെ വല്ലാതാവുന്നു. നായകൻ ആളാകെ മാറിപ്പോയല്ലോ എന്നും ഈ സമയത്ത് അവർ വിചാരിക്കുവാണ്. അങ്ങനെ വീണ്ടും അവരുടെ ബിസിനസ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് സ്വാതി നാട്ടിലേക്ക് എത്തുവാണ്. അങ്ങനെ നായകന്റെ കാമുകിയും നായകന്റെ അടുത്തേക്ക് എത്തുന്നതോടെ നായകൻ കൂടുതൽ ഹാപ്പി ആവുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ടൈം കിട്ടുമ്പോഴല്ല അവളോടൊപ്പം നായകൻ ടൈം സ്പെൻഡ് ചെയ്യുവാണ്. അങ്ങനെ നായകന്റെ ജീവിതം ഡെവലപ്പായി നല്ല രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പണക്കാരനായി വരുന്ന സമയം നായകൻ നാട്ടില് നല്ലൊരു വീട് പണിയാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ അച്ഛന്റെ ആ കൃഷി സ്ഥലത്താണ് നായകൻ വീട് വെക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ വീട് വെക്കാൻ കുറ്റിയടിക്കുന്ന സമയം അതിന് മണ്ണെല്ലാം കോരുന്ന സമയത്ത് നായകന്റെ അച്ഛന് അന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും വാക്ക് കേട്ട് നായകനെ ഒരു കുഴിയെടുത്ത് മൂടാൻ തുടങ്ങിയ അവസരം എല്ലാം ഓർമ്മ വരുന്നു. അന്ന് അതിന്റെ കാര്യം ചെയ്യേണ്ടെന്നുള്ള തീരുമാനം എടുത്തത് എത്രമാത്രം നന്നായിന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. കാഴ്ചയില്ലാത്ത വ്യക്തിയാണെങ്കിലും നായകനെ പറ്റി ഇന്ന് ആലോചിച്ച അവർക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോവാണ്. ബിസിനസ്സിലൊക്കെ ഇപ്പൊ ഒരുപാട് ഡെവലപ്പായ അവര് എല്ലാം കൊണ്ടും നല്ല രീതിയിൽ അങ്ങനെ സെറ്റായി വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പലരും നായകനെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നായകൻ സമൂഹത്തിൽ വളർന്നു വരുന്നത് അറിഞ്ഞിട്ട്, അതായത് പോപ്പുലർ ആവുന്ന അറിഞ്ഞിട്ട് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നായകനെ രാഷ്ട്രീയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ വാഗ്ദാനങ്ങളിൽ വീണ നമ്മുടെ നായകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുവാണ്. ഈ സമയം രവി ആണെങ്കിൽ നായകനെ തടയുന്നുണ്ട്. നമ്മുടെ ബിസിനസ് ഡെവലപ്പായി മൊത്തത്തിലൊന്ന് സെറ്റായി വരുന്ന സമയമാണിത്. ഈ സമയം നീ രാഷ്ട്രീയത്തിലേക്കെന്ന് പറഞ്ഞ് മാറിയ എല്ലാ കാര്യങ്ങളും താഴെ പോകും എന്ന രവി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നായകൻ രവിന്റെ വാക്ക് കേൾക്കുന്നില്ല. ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പവർ കിട്ടിയ അത് നമ്മുടെ ബിസിനസിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയി മാറുമെന്നും പറഞ്ഞ് നായകൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് തന്നെ നായകന്റെ ഈ മാറ്റങ്ങളെ പറ്റിയല്ല നായകന്റെ പാർട്ണറായ ദേവിക ടീച്ചറോട് പറയുവാണ്. ഇത് കേട്ട് ദേവിക ടീച്ചർ ഒരുപാട് ഫീൽ ആവുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായകനാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയല്ലോ. അങ്ങനെ മന്ത്രിമാരുടെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുവാണ്. ഒരു ഘട്ടത്തിൽ ഇതെല്ലാം ആപത്തായി മാറുമെന്ന് മനസ്സിലാക്കുന്ന ദേവിക ടീച്ചർ ആണെങ്കിൽ നായകനെ കൊണ്ട് ദോഷിക്കുന്നു. ചെറുപ്പം മുതലേ നിന്നെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞ് നിന്നെ ഈ രീതിക്ക് ഞാൻ വളർത്തിക്കൊണ്ട് വന്നത് ഇങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല, ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയാണ്. നിനക്കൊരുപാട് കഴിവുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയാം, നിനക്കും അറിയാം. ഒരിക്കലും നീ അത് ഇതുപോലുള്ള കാര്യങ്ങളെ പുറകെ പോയി ഇല്ലാതാക്കി കളയില്ലെന്നും ടീച്ചർ ഇപ്പൊ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട നായകന് അവന്റെ തെറ്റുകളെല്ലാം മനസ്സിലാവുകയാണ്. അതായത് അവൻ വലിയൊരു കുഴി വീഴാൻ പോവാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാവുന്നു. ശരിക്കും രാഷ്ട്രീയക്കാർ പ്ലാൻ ചെയ്തതും അത് തന്നെയായിരുന്നു. കണ്ണു കാണില്ലാത്ത നായകനെ കൂടെ നിർത്തി നായകന്റെ കഴിവുകളെ യൂസ് ചെയ്ത് അത് ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്ത് അവരെ സിമ്പതി പിടിച്ചു പറ്റി അതിലൂടെ വോട്ട് കരസ്ഥമാക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. അത് മാത്രമല്ല രാഷ്ട്രീയമല്ലേ, ഒരുപാട് ചതിക്കുഴികളും ഉണ്ടാവും. എന്നാലും ടീച്ചർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ നായകൻ അതെല്ലാം മനസ്സിലായി. അങ്ങനെ ഇപ്പൊ നായകൻ അവരിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാവുകയാണ്. എന്നിട്ട് ആ പഴയ ശ്രീകാന്തായി രവിയും ദേവി ടീച്ചർ ആഗ്രഹിച്ച രീതിയിൽ ബിസിനസ്സിലേക്ക് തിരിച്ചു വരുന്നു. രവിന്റെ വാക്ക് കേൾക്കാതെയാണല്ലോ നായകൻ രാഷ്ട്രീയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രവിക്ക് നായകനോട് ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ രവിനെ നേരിട്ട് പോയി കണ്ട് അവളോട് മാപ്പ് പറഞ്ഞ് നായകനെ പ്രശ്നം തീർക്കുകയും ചെയ്യുന്നു. അതിൽ തന്നെ പഴയ പോലെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് ടീച്ചറിനോട് ഒരുപാട് നന്ദി പറയുകയാണ് നായകൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്ലൈൻഡ് കാറ്റഗറിയിൽ ഏറ്റവും നല്ല ബിസിനസ്മാനുള്ള അവാർഡ് നമ്മുടെ നായകനെ കൊടുക്കാൻ അവിടെയുള്ള വലിയൊരു സംഘടന തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ നായകൻ അവാർഡ് കിട്ടുന്നു. അങ്ങനെ അവാർഡ് ഫംഗ്ഷൻ ചെല്ലുന്ന സമയത്ത് നായകൻ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ നിലനിൽക്കാൻ കാരണം എന്നെ ഇത്രയും ഡെവലപ്പ് ചെയ്ത എന്റെ ദേവിക ടീച്ചറും എന്റെ പാർട്ണറായ രവിയാണ്. സോ എന്റെ ഈ നേട്ടത്തില് ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഈ അവാർഡ് ഞാൻ അവർക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ എനിക്ക് ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ശരിക്കും ഈ അവാർഡ് വാങ്ങുന്നതിൽ എനിക്കൊരു ചെറിയ നീരസമുണ്ട്. കാരണം നിങ്ങൾ എനിക്ക് ഈ അവാർഡ് തന്നിരിക്കുന്നത് ബ്ലൈൻഡ് കാറ്റഗറിയിലല്ലേ, ഒരിക്കലും ഒരാൾ
ഒരാൾ പോലും എന്നെ ആ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. സോ ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് എല്ലാവരും കേൾക്കാൻ പാകത്തിന് പറയുക, ഇനി എന്നെ ഇതുപോലെ എന്തെങ്കിലും അവാർഡിന് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ആളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ആ രീതിക്ക് എന്നെ ട്രീറ്റ് ചെയ്യണം. എനിക്ക് അവരുടെ കൂടെ മത്സരിച്ച് അവരിലൊരാളായി ആ ഒരു രീതിക്ക് ജയിച്ചു വന്ന് ഈ അവാർഡ് വാങ്ങാനാണ് ഇഷ്ടം. സോ പറഞ്ഞു വരുന്നത് എന്നെ ഒരു നോർമൽ പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ്. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുവരെ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്റെ ദേവിക ടീച്ചറും രവിയും വന്ന പോലെ അതുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് മുന്നോട്ട് ഇറങ്ങിയാൽ അവർക്ക് ഇതേപോലുള്ള വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയും. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് പ്ലീസ് ഹെൽപ്പ് ദം. ഇങ്ങനെല്ലാം പറഞ്ഞ നായകനവന്റെ സംസാരം നിർത്തുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. അങ്ങനെ എല്ലാ ആദരങ്ങളും വാങ്ങി നായകൻ വിജയിച്ച് കാണിച്ചു കൊടുത്തു എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പൊ മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നല്ലൊരു കിഡിലൻ മോട്ടിവേഷൻ മൂവി അല്ലായിരുന്നു ഇത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എനിക്കറിയാം. നിങ്ങൾക്ക് ഈ മൂവി കുറച്ചെങ്കിലും ഒരു മോട്ടിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ അല്ലേ? ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരണമെന്ന്. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ നല്ല മൂവീസ് ആയിട്ട് കാണാം. ദെൻ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.